അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിർ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട SSFന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ഞാൻ ഇന്നിവിടെ സാമൂഹികതയുടെ ഇസ്ലാമിക ദർശനം എന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ നിങ്ങളുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പൂന്തോട്ടത്തിൽ പല നിറങ്ങളുള്ള പൂക്കൾ വിരിയുമ്പോഴാണ് അതിൻ്റെ ഭംഗി വർദ്ധിക്കുന്നത്. അതുപോലെ തന്നെയാണ് സമൂഹവും. പലരുടെ സ്നേഹവും സഹകരണവും കരുണയും ചേരുമ്പോഴാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത്. ഇസ്ലാം മനുഷ്യരെ വേർതിരിക്കാൻ വന്ന മതമല്ല, അത് ഹൃദയങ്ങളെ തമ്മിൽ ചേർക്കുവാൻ വന്ന ദൈവിക സന്ദേശമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറ ഹുജറാത്തിൽ ഇങ്ങനെ പറയുന്നു: മനുഷ്യരെ, നാം നിങ്ങളെ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നും സൃഷ്ടിച്ചു. നിങ്ങളെ പല ഗോത്രങ്ങളാക്കിയത് പരസ്പരം പരിചയപ്പെടാൻ വേണ്ടിയാണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. ഒറ്റപ്പെട്ട നിലനിൽപ്പല്ല, പരസ്പരം സഹകരണത്തോടെയുള്ള ജീവിതമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. ഇസ്ലാമിക സാമൂഹിക ദർശനത്തിന്റെ അടിസ്ഥാനം തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം എന്നതാണ്. ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളായ മനുഷ്യരെല്ലാം തുല്യരാണ് എന്നതാണ് ഇതിന്റെ പൊരുൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഒരു അറബിക്ക് അറബിയേക്കാളും വെളുത്തവന് കറുത്തവനേക്കാളും യാതൊരു മുൻഗണനയുമില്ല, ദൈവഭക്തിയുടെ അടിസ്ഥാനത്തിലല്ലാതെ. ഈ സമത്വ ബോധമാണ് ആരോഗ്യകരമായ സമൂഹത്തിന്റെ അടിത്തറ. ഒരു സമൂഹത്തിലെ സാമ്പത്തിക സ്ഥിതി പരിഹരിക്കാൻ ഇസ്ലാം മുന്നോട്ട് വെച്ച പദ്ധതിയാണ് സക്കാത്ത്. സമ്പന്നന്റെ കൈവശമുള്ള ധനം അയാളുടേത് മാത്രമല്ല, അത് ദരിദ്രർക്കും അവകാശമുണ്ടെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും വളർത്താൻ സഹായിക്കുന്നു. ശക്തമായ സമൂഹത്തിന് ശക്തമായ കുടുംബ ബന്ധങ്ങൾ ആവശ്യമാണ്. മാതാപിതാക്കളോടുള്ള കടമകൾ, അയൽവാസിയുമായുള്ള നല്ല ബന്ധം എന്നിവക്ക് വലിയ പ്രാധാന്യമുണ്ട്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന നബിവചനം സാമൂഹിക പ്രതിബദ്ധതയുടെ ഉത്തമ ഉദാഹരണമാണ്. നീതി നടപ്പിലാക്കുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് അനിവാര്യമാണ്. ശത്രുക്കളോട് പോലും കരുണ കാണിക്കാനാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. മുതിർന്നവരോടുള്ള ബഹുമാനവും കുട്ടികളോടുള്ള വാത്സല്യവും വളർത്തിയെടുക്കാനാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. സമൂഹത്തിൽ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുക എന്നത് ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്തമാണ്. മദ്യപാനം, പലിശ, അഴിമതി തുടങ്ങിയ തിന്മകൾക്കെതിരെ നിലകൊള്ളുന്നത് വഴി സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം നിർമ്മിക്കാനാണ് ഇസ്ലാം ലക്ഷ്യമിടുന്നത്. ഇസ്ലാം എന്നത് കുറച്ച് ആരാധനകൾ മാത്രമല്ല, അത് ജനങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും നീതിയും ഉറപ്പുവരുത്തുന്ന ഒരു ജീവിത ദർശനമാണ്. നല്ല സമൂഹം നിയമങ്ങൾ കൊണ്ടല്ല, മറിച്ച് നല്ല മനുഷ്യരെ കൊണ്ടാണ് അത് ഉണ്ടാകേണ്ടത്. സമൂഹത്തെ ഒരു ശരീരത്തോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത്. ശരീരത്തിന്റെ ഒരു ഭാഗം വേദനിക്കുമ്പോൾ ശരീരം മുഴുവനും അതിനോട് പ്രതികരിക്കുന്നത് പോലെയാണ് ഒരു വിശ്വാസി സമൂഹം ഉണ്ടാകേണ്ടത്. വിഭാഗീയതയുടെ വൻമതിലുകൾ തകർത്ത് കാരുണ്യത്തിന്റെ പാലകൾ നിർമ്മിക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.